രാവിലെ റൂമിനടുത്ത് നിന്ന് തന്നെ നല്ല അടിപൊളി ചൂട് പൂരി കേട്ടോ. ഒരാൾ വലിപ്പം കാണും, നല്ല പപ്പടം പോലെ പൊള്ളി വീർത്തിരിക്കുന്ന ചൂട് സാധനമാണ് കേട്ടോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിലാഗോപുരമാണ് കുത്തബ് മിനാർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇൽട്ടുമിഷിന്റെ ശവകുടീരത്തിന്റെ മുമ്പിലാണ് കേട്ടോ. ഈ ശവകുടീരം നിർമ്മിച്ചത് ഇൽട്ടുമിഷ് തന്നെയാണെന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. യഥാർത്ഥ താഴികക്കുടം വീണുവെന്നും ഫിറോസ് ഷാ തുഗ്ലക്ക് അത് മാറ്റി സ്ഥാപിച്ചുവെന്നും വിശ്വസിക്കപ്പെടുന്നു. AD 1326 AD 1368 238 അടി ഉയരവും 379 പടികളുമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോപുരമാണ്. കേരളപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നേക്കുന്നത് കുത്തബ് മിനാറാണ് കേട്ടോ. എൻ്റെ സൗണ്ടും തൊണ്ടയൊന്നും ഇല്ല. 2 ദിവസത്തെ ഇവിടുത്തെ വെള്ളത്തിൽ കുളിച്ചതാണ് കേട്ടോ. രാവിലെ റൂമിനടുത്ത് നിന്ന് തന്നെ നല്ല അടിപൊളി ചൂട് പൂരി കേട്ടോ. ഒരാൾ വലിപ്പം കാണും, നല്ല പപ്പടം പോലെ പൊള്ളി വീർത്തിരിക്കുന്ന ചൂട് സാധനമാണ് കേട്ടോ. രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമുക്ക് കുത്തബ് മിനാർ പോകാനുള്ള പോക്കാണ് കേട്ടോ. കുത്തബ് മിനാർ ഇതുവരെ തീരുമാനിച്ചേക്കുന്ന കുത്തബ് മിനാറാണ് കേട്ടോ. ഇത് പൊട്ടിച്ച് ഉള്ളിൽ നിന്ന് പുകയൊക്കെ വരുന്നു. അബിയും പൂരി തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്ത്. നമ്മളിത്തവണ ബസ്സിനാട്ടോ പോകുന്നത്. നമുക്ക് പോകാനുള്ള ബസ് ഇപ്പം തന്നെ വരുന്നതായിരിക്കും. ഇവിടുത്തെ ബസ് അടിപൊളിയാണ്. ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഇലക്ട്രിക് ബസ്സാണ് കേട്ടോ. ഫുൾ AC ആണ്, അതുകൊണ്ട് പിന്നെ സീനില്ല. ബസ്സിൻ്റെ ബാക്കിലേക്ക് ഒരു തട്ടുകൂടി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് മേളിലിരുന്ന് കാണാൻ വ്യൂ ഒക്കെ അടിപൊളിയാണ്. വരുന്നുള്ളൂ. നമ്മൾ ന്യൂഡൽഹിയിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. താജ്മഹൽ പോകാൻ വേണ്ടി ഇരുന്നതാണ്. കുത്തബ് മിനാർ പോകാമെന്ന് തീരുമാനിച്ചിരുന്നത്. താജ്മഹൽ ഇല്ല. ആണോ? നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തി കേട്ടോ. ഇനി ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് വേറെ ബസ് കയറി വേണം കുത്തബ് മിനാറിലോട്ട് പോകാൻ. ഒരാൾക്ക് 25 രൂപ കേട്ടോ ഇവിടുന്ന് ഒരു ബസ് ടിക്കറ്റ് വരുന്നത്. റോഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ഇത് രാവിലത്തെ കാഴ്ച ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡൽഹി ടു കുത്തബ് മിനാർ പോകുന്ന റൂട്ടാണ് കേട്ടോ. എന്തായാലും ഇവിടുത്തെ ബസ് സർവീസ് അടിപൊളിയാണ് കേട്ടോ. അത് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം AC ആണ്, ചാർജ് കുറവാണ്, ഇലക്ട്രിക് ബസ്സാണ്. നൈസ്, ഒരു സ്മൂത്തിന് ഇങ്ങനെ യാത്ര ചെയ്യാം കേട്ടോ. അടിപൊളി യാത്രാ സുഖമാണ്. ഇരിക്കാനോട് കിട്ടിയാൽ പിന്നെ പറയണ്ട. ടിക്കറ്റ് എടുക്കണുണ്ടോ? ടിക്കറ്റ് കൗണ്ടർ ഉണ്ടോ? ഒരാൾക്ക് എത്ര രൂപ അബി? നമുക്ക് അറിയേണ്ടതാണല്ലോ. 550 പെർ പേഴ്സണോ? ഓഫ്ലൈൻ ഫോറിൻ ടിക്കറ്റ്. ഇവിടുത്തെ ടോയ്ലറ്റ് ഫെസിലിറ്റി ആട്ടോ. ടിക്കറ്റൊന്നുമില്ല. ഞങ്ങളാകെ പേടിച്ചു പോയി. കൊള്ളാം ടോയ്ലറ്റ്. ഇതെന്താ സംഭവം? ഇതും കൊള്ളാം, കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് 500 സംതിങ് എന്തോ പെർ പേഴ്സൺ 550 രൂപ ടിക്കറ്റ്. ഞങ്ങളവിടെ മൂഞ്ചിയിരിക്കുന്നു. അയ്യോ എന്ത് ചെയ്യുമെന്ന് ഓർത്ത്. പിന്നെ അവിടെ കുറച്ച് മലയാളികളൊക്കെ ഉണ്ട്. അവരൊന്നും ടിക്കറ്റ് ഒന്നും. കുത്തബ് മിനാറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എമർജൻസി ഗേറ്റ്, ചിൽഡ്രന്, ഇന്ത്യൻ ലേഡീസോ അങ്ങനെയൊക്കെ ഉണ്ടോ? ഫോറിൻ ടൂറിസ്റ്റ്. ഓ അത് ശരി. ഇവിടെയൊക്കെ പേടിച്ചിട്ടേ ഇവരെപ്പോലുള്ളവന്മാരൊക്കെ പേടിച്ചിട്ടായിരിക്കും സെപ്പറേറ്റ് എഴുതി വെച്ചിരിക്കുന്നത്. ഓ, ഫോറിനേഴ്സിനും ഇന്ത്യൻസിനും സെപ്പറേറ്റ് എൻട്രി ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ തിരിച്ചിറക്കി. ബാഗ് അലൗഡ് അല്ല കേട്ടോ. ബാഗ് ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വേണം വരാൻ. തിരിച്ചങ്ങോട്ട് ഇറങ്ങാം. പയ്യ പനി പിടിച്ചു, സീനായി. ഇതിൻ്റെ അകത്തൂടെ കയറാട്ടോ. ഓ, ഇവിടെ അത്ര നീറ്റൊന്നും അല്ല. പട്ടിയുണ്ട്. ഇതിൻ്റെ അകത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ. പുറമേ ചൂടാണല്ലോ, നല്ല തണുപ്പുണ്ട്. ഒരു പട്ടിയുമുണ്ട്. 2 ചെക്കിങ് ഒക്കെ ഉണ്ട് കേട്ടോ. പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ടൊക്കെ ഉള്ളിലേക്ക് കയറ്റിയുള്ളൂ കേട്ടോ. ഡോക്യുമെൻ്ററി ഹാള്, ബേബി കെയർ, പബ്ലിക്കേഷൻ കൗണ്ടർ. ലെഫ്റ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ പൂട്ടിയിട്ടേക്ക് വേണ്ട. അവിടെ ഒന്നുമില്ല. ആ കാണുന്നുണ്ടോ? ഓ, ഇതൊക്കെ മൺഭിത്തികൾ കൊണ്ട്, മറ്റേ സിമെൻറ്റ് അല്ലാണ്ടുള്ള മണ്ണില്ലേ, മണ്ണ് സുറുക്കയൊക്കെ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന സാധനമാണ് കേട്ടോ. പക്ഷെ നല്ല ഉറപ്പുണ്ട്. ഇപ്പം നമ്മുടെ ഇത് കരിങ്കല്ലാന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ എന്തൊരു പൂട്ടുണ്ട് വാതിലിൻ്റെ. എന്താണാവോ? മറ്റേ പഴയ കാലത്തെ ഒരു നമ്മൾ കോട്ടയ്ക്കുള്ളിലൊക്കെ കയറിയ പ്രതീതിയില്ലേ? തുറക്കാമോ? തുറക്കൊന്നും ചെയ്യണ്ട, കാണാൻ പറ്റത്തില്ല. എൻ്റെ അകത്ത് നല്ല തണുപ്പാട്ടോ. ഈ മണ്ണ് കൂട്ടി കുഴച്ച് വെച്ചേക്കുന്നുണ്ട്.
അയ്യോ അത് സീൻസാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോവാം. ഈ കല്ല് വെച്ച് തന്നെ വേണം വെച്ചിരിക്കുന്നത്. കല്ല്, മണ്ണ്, ഇഷ്ടിക. ആ മരത്തിന് 1 2 3 4. ഈ മരം അങ്ങനെ ജീവിക്കുന്നേ. ഇപ്പോൾ ചരിത്ര സ്മാരകങ്ങൾ ഇങ്ങനെ ഉയർന്നു പൊങ്ങി നിൽക്കുക. എന്നാ രസമാണ് കാണാനെന്നറിയൂ. എത്ര അടി ഉയരത്തിലായിരിക്കും കുത്തബ് മിനാർ നിൽക്കുന്നത്. എത്ര അടി വെയിറ്റാണോ? ഇവിടെ ഒരു ഫോട്ടോ പോയിട്ടുണ്ട് അടിപൊളിയായിട്ട്. കഴിഞ്ഞ സമ്മാനം എടുത്തില്ലേ. ഇവിടെ എനിക്ക് തോന്നുന്ന കൂടുതലും മലയാളികളാണ് കേട്ടോ, അല്ലേ? നമ്മൾ വന്നപ്പോൾ തൊട്ട് കാണുന്നത് മുഴുവൻ മലയാളികളെയും കുറച്ച് നേപ്പാളീസിനെയും മാത്രം. പക്ഷെ എൻ്റെ മോനെ ഇത് കണ്ടോ, ഫുള്ള് കല്ലേ തീർത്ത് വെച്ചേക്കുന്ന കേട്ടോ. അടിപൊളി. ഇത് പണി തീരാത്തതാണോ പണ്ടിങ്ങനെ പണിതാണോ എന്നറിയാൻ പാടില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടുമല്ലോ കേട്ടോ. ഉള്ളിലേക്ക് കയറുമായിരുന്നു. അടിപൊളിയായിരുന്നു. നോക്കി. അയ്യോ ഇത് കാണാൻ പറ്റത്തില്ല. ഇതിനെപ്പറ്റി ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടുമായിരുന്നു നിങ്ങൾക്ക് പറഞ്ഞു തരാമായിരുന്നു. പക്ഷേ ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല കേട്ടോ പ്രോപ്പറായിട്ട്. പക്ഷേ ഈ സംഭവം എന്നാ പറയുന്നത്, സംഭവം ഒരു മണ്ണൊക്കെ വെച്ച്, മണ്ണും കല്ലും പഴയ വെട്ടുകല്ലൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ച് നിർമ്മിച്ചേക്കുന്ന കേട്ടോ. കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീൽ. ഇതിൻ്റെ അടുത്തൂടെ നടക്കുമ്പോൾ തന്നെ നല്ല തണുപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് ആ കല്ലിൻ്റെ മണ്ണിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇവിടെ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ കാണാൻ കേട്ടോ. അത് പണി തീരാതെ ഇട്ടിട്ട് പോയതാണെന്ന് തോന്നുന്നു. പണി തീരാതെ നിന്ന് പോയതാണെന്ന് തോന്നുന്നു. പകുതിക്ക് വെച്ച് തറ കെട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ. ഇതെന്താ കണ്ടോ? അണ്ണൻ ഡൽഹി മുഴുവൻ അണ്ണാമാരാണെന്നാ തോന്നുന്നത്. നമ്മളിതുവരെ മെയിൻ സ്ഥാനത്തിനടുത്ത് പോയില്ല കേട്ടോ, ഗോപുരത്തിനടുത്ത്. പക്ഷെ ഗോപുരത്തിനടുത്ത് പോകാനായിട്ടുള്ള ഒരു തോന്നണില്ല. കാരണം അവിടെ അതിനേക്കാളും സെറ്റപ്പായിട്ടുള്ള സ്ഥലങ്ങളും കല്ല് വെച്ച് കൊത്തി വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ തൊട്ടിപ്പുറയുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇൽട്ടുമിഷിൻ്റെ ശവകുടീരത്തിൻ്റെ മുമ്പിലാണ് കേട്ടോ. ഗുത്മുദ്ദീൻ ഐക്കബിൻ്റെ മരുമകനും പിൻഗാമിയായ ശംസുദ്ദീൻ ഇൽട്ടുമിഷിൻ്റെ ശവകുടീരമാണ് ഈ കാണുന്നത്. ഈ ശവകുടീരം നിർമ്മിച്ചത് ഇൽട്ടുമിഷ് തന്നെയാണെന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഇത് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യയിലെ ഒരു നാഴികക്കല്ലാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഇൽട്ടുമിഷിൻ്റെ ശവകുടീരം സ്ഥാപിച്ചിരിക്കുന്നത്. അതിന് ഏകദേശം 9 ചതുരശ്ര മീറ്റർ ഉണ്ടാവും. താഴെയുള്ള ചതുരാകൃതിയിലുള്ള പ്ലാനിനും മുകളിലുള്ള വൃത്തത്തിനുമിടയിലുള്ള ആകൃതിയിലെ വ്യത്യാസം ചർച്ച ചെയ്യാൻ സേവിച്ച സ്പെഞ്ച് കാമനുകളാണ് വൃത്താകൃതിയിലുള്ള താഴേക്കുടം സ്ഥാപിച്ചിരിക്കുന്നത്. യഥാർത്ഥ താഴേക്കുടം വീണുവെന്നും ഫിറോസ് ഷാ തുഗ്ലക്ക് അത് മാറ്റി സ്ഥാപിച്ചുവെന്നും വിശ്വസിക്കപ്പെടുന്നു. AD 1351 ഫിറോസ് ഷാ തുഗ്ലക്ക് ഇത് മാറ്റി സ്ഥാപിച്ചതെന്നാണ് അറിയപ്പെടുന്നത്. പടിഞ്ഞാറൻ ഭാഗത്തെ ഉൾഭാഗം 3 മിഹ്റാബുകൾ ഉൾക്കൊള്ളുന്നു. മധ്യഭാഗം ഉയർന്നതും മാർബിൾ കൊണ്ട് അലങ്കരിച്ചതും. പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലമായി ശവകുടീര പ്രവേശന കവാടങ്ങളിലും ഉൾഭാഗത്തും സരസാനിക് പാരമ്പര്യത്തിലെ ജാമിതീയ അറബിക് പാറ്റേണുകളും കൊത്തിവെച്ചിട്ടുണ്ട്. രാവിലെ ഞങ്ങൾ വന്നേക്കാളും നല്ല തിരക്കും ഭയങ്കര ആളും കേട്ടോ. ഒരു സമയം എന്നാടാ 11 മണി ആയോ? കറക്റ്റ് പറയുകയാണെങ്കിൽ 11 മണിയായല്ലേ? 11 മണിയൊക്കെ ആയപ്പോഴത്തേനും കേട്ടോ അത്യാവശ്യം നല്ല ആൾക്കാർ കേട്ടോ. ആൾക്കാരെല്ലാം നേരത്തെ വരും കേട്ടോ, കാരണം നല്ല കൊല ചൂടാണ്. നമ്മളങ്ങനെ കുത്തബ് മിനാർ, ഇതാരാ കുത്തബ് മിനാറിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. അയ്യോ ഏതാ ഹൈറ്റ് എന്നറിയോ? സീനല്ലേ എൻ്റെ മോന്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിലാഗോപുരമാണ് കുത്തബ് മിനാർ. ഖുത്ബുദ്ദീൻ 1ാം നില പൂർത്തിയാക്കി. 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും നിലകൾ അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ലിതുമിഷ് പൂർത്തിയാക്കി. AD 1211 പൂർത്തിയാക്കിയെന്നാണ് പറയുന്നത്. താജ്മഹലിനുള്ളിൽ കയറിയൊരു ഫീല്. എനിക്കന്നേരം ഇവിടെ കൂടുതലും മലയാളികളാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ തൊട്ട് ഫുള്ള് മലയാളീസിനെയാണ് കാണുന്നത്. ഇതാ കല്ലില് വെട്ടുകല്ലേ കൊത്തി മറ്റേ നമ്മുടെയൊക്കെ വെട്ടുകല്ലില്ല. നല്ല തണുപ്പിട്ടോ ഇതിലേക്ക് തൊടുമ്പോൾ അല്ലേ? നല്ല തണുപ്പും ആ സംഭവത്തെ കൊത്തി വെച്ചിരിക്കുന്ന കേട്ടോ. അയ്യവ AD 1326 AD 1368 വെളിച്ചം മൂലം കേടുപാടുകൾ സംഭവിച്ചപ്പോൾ 4ാമത്തെ നില ഫിറോസ് തുഗ്ലക്ക് AD 1351 പൊളിച്ചു മാറ്റി. അദ്ദേഹം ഇത് പൊളിക്കുകയും റീകൺസ്ട്രക്ട് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ കൂടെ ഏകദേശം 5 നിലകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. വുഡൻ ആട്ടോ, വുഡൻ സ്റ്റെപ്പാണ്.
തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ ഒരു പീസ് മൈൻഡാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് തത്തകളും പച്ചത്തത്തകളും അണ്ണാനും പ്രാവും ഫോട്ടോ എടുക്കാൻ പറ്റിയ കിടുക്കൻ ഫ്രെയിം. നല്ലൊരു ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, എൻ്റെ നല്ല ക്യാമറ അല്ലല്ലോ, അടിപൊളി ക്യാമറയൊക്കെ ഉണ്ട്, സൂപ്പർ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ്. പിന്നീട് സിക്കന്ദർ ലോധി മുകളിലത്തെ നിലകളിലെ ശിലാ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി. 238 അടി ഉയരവും 379 പടികളുമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോപുരമാണ്. താജ്മഹലിൻ്റെ ഉയരത്തേക്കാൾ 5 അടി കുറവാണ് കുത്തബ് മിനാറിന്. 243 അടിയാണ് താജ്മഹലിന്. ഒരേ വിന്യാസം നിലനിർത്തിക്കൊണ്ട് കുത്തബ് മിനാറിന് മനോഹരമായ ലംബരൂപം ലഭിക്കുന്നുണ്ട്. എന്നാ മേടിക്കാൻ മേടിച്ച എന്നാ മേടിച്ചേ? വെജ് താളിയോ? ഇത് കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ നിന്ന് മേടിച്ച് വെച്ചത്. എടാ അവിടെ മെതുവട എഴുതി വെച്ചിരിക്കുന്നു. ഉഴുന്നോടെയാണോ മെതുവടയാണോ? വെജ് താളി. ഞാൻ അവിടുത്തെ റൊട്ടി മിക്സ് കാണുമായിരിക്കുന്നു. ഇത് റൊട്ടി ഇല്ല, ഒന്നുമില്ല. ആടാ മേടിക്ക്. തോന്നി ഇതില്ലാതെ എന്ത് പരിപാടി? നമ്മൾ വിരാട് കോഹ്ലിയുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തിട്ടോ. 2 കോഹ്ലിയുണ്ട്, ചേട്ടനും അനിയനും. കാഴ്ച ഇത് ശരിക്കും ഏതാ സ്ഥലം എന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഞങ്ങൾ വരുന്ന വഴിക്ക് ഗേറ്റ് ഓപ്പണായിട്ട് കയറിയപ്പോഴത്തേനും ഒരു പാർക്ക് പോലൊരു സ്ഥലം കാണിച്ചു തരാം. വഴി തെറ്റി കയറി ഒരു അടിപൊളി സ്ഥലം കാണിച്ചു തരാം കേട്ടോ. പേരെന്താണെന്നൊന്നും അറിയത്തില്ല. ഇതിൻ്റെ ഫ്രണ്ട് ഗേറ്റ് കണ്ടുപിടിക്കണം. ഞങ്ങൾ പുറകോഴിയാട്ടോ വന്നേ. കാഴ്ച ഇതെന്തോ സംഭവം എന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. വണ്ടി ഉള്ളിൽ കയറാവോ ബി? ഇതെന്തോ അടക്കം ചെയ്തതിൻ്റെ ആട്ടോ. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. എനിക്ക് നൈസല്ലേ, ഒരുപാട് വർഷപ്പഴക്കമുള്ളതെന്ന് തോന്നുന്നു. കാരണം നല്ല തണുപ്പ് ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും. പക്ഷെ ഇതത്ര ദിവ്യപ്രാധാന്യമായ സ്ഥലമൊന്നും അല്ലെന്ന് തോന്നുന്നു. ഇവിടെ എഴുത്തും കുത്തും നിറച്ച് കപ്പിൾസിൻ്റെ മെയിൻ സ്പോട്ടാന്ന് തോന്നുന്നു. ഈ പറമ്പ് മുഴുവൻ ഒരു കപ്പിൾസ് നട്ട പോലെ ആട്ടോ. ഫുൾ ആളുകൾ കണ്ടോ. എന്തോ അടക്കിയതിൻ്റെ ഒരു ഇതാട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റ് അറിയത്തില്ല. ഇവിടെ എഴുതിയും വെച്ചിട്ടുമില്ല. സൈഡിൽ സ്റ്റെപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ തുളയല്ലേ മേളിലേക്ക്. ഇതിൻ്റെ ഉണ്ടോ സ്ട്രക്ചർ വളഞ്ഞു പോകുന്നുണ്ട്. ടോപ്പിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. ടോപ്പിൽ എനിക്ക് തോന്നുന്നത് ഉണ്ടോ ആ പ്രാവൊക്കെ ഇരിക്കുന്ന ആ ഒരു ഹോള് കണ്ടു, അങ്ങോട്ടേക്ക് കയറാൻ പറ്റുന്നതെന്ന് തോന്നുന്നു കേട്ടോ.